യുവർ കപ്പാസിറ്റി ടു മേക്ക് മോർ മണി. ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഈ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കില്ല് കൂട്ടാം, പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ഇങ്ങനെ പല വാക്കുകളിലൂടെ ഇത് പറയാൻ പറ്റും. പക്ഷേ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയില്ല. ഇനി നിങ്ങളുടെ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പോലും 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ കുറഞ്ഞേ വരത്തുള്ളൂ. കാര്യം പ്രോഡക്റ്റ് സർവീസിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും അതിന് പഴയ വാല്യൂ കാണുകയില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും, അത്രേ ഉള്ളൂ. അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു കഴിഞ്ഞുകൂടാം, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് അതിസമ്പന്നനാകണം എന്നുള്ളത്. അത് ചുരുക്കി പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പം നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടുക, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, സ്കില്ല് കൂട്ടുക, ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, പക്ഷെ അവിടെയും നിങ്ങളുടെ സ്കില്ലോ കപ്പാസിറ്റി കൂടുന്നില്ലെങ്കിൽ ശമ്പളം കൂടുതൽ കിട്ടത്തുമില്ല. അപ്പം അതൊന്നും ഒരു യഥാർത്ഥത്തിൽ സൊല്യൂഷനേ അല്ല. അതൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എല്ലാ കാര്യത്തിനും പണത്തിന് ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, എല്ലാത്തിനും പണം വേണം. അവിടെ പണം ഉള്ളവന് ആ പ്രശ്നങ്ങൾ, ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ ചിന്തിക്കണ്ട, അവൻ്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ സോൾവ് ആയി കഴിയും. അല്ലാതെ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തു സിസ്റ്റം, അതുപോലെ പണവും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. മറ്റുള്ള മൃഗങ്ങൾക്ക് അത് പ്രശ്നമല്ല, ബാധിക്കുകയില്ല. മനുഷ്യനാണോ നിങ്ങൾ ഇത് ചെയ്തേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇനി ഒരു പുതിയ ലോ അങ്ങനെയാണ്. അറിയത്തില്ല എന്നൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. അറിവില്ലായ്മ ഇവിടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. നിങ്ങൾ കാര്യങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോസ് എല്ലാം കാണുക. നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ.